തീർച്ചയായും അല്പനേരം മുമ്പ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. എല്ലാവരും റിസൾട്ടിനെ കാത്തിരിക്കുകയാണ്. കൃത്യം 4 മണിയോടെ വെബ്സൈറ്റിൽ ഫലം പ്രഖ്യാപിച്ചതോടെ ഓരോ മൂലകളിൽ നിന്നായി ആഹ്ലാദ ആരവങ്ങൾ ഉയരുന്ന ഒരു അന്തരീക്ഷമായി മാറുകയായിരുന്നു. എല്ലാവരും റിസൾട്ട് അറിഞ്ഞ് വലിയ ആവേശത്തിലാണ്. ഫുൾ എ പ്ലസുകാർ അധികം ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് റിസൾട്ട്? എങ്ങനെയുണ്ട്? ഫുൾ എ പ്ലസ് എത്ര പേരുണ്ട്? എല്ലാവരും ഉന്നത വിജയം നേടിയവരാണ്. എങ്ങനെയാണ് ഇനിയുള്ള പഠനം മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഈ ഫുൾ എ പ്ലസ് മേടിച്ച എന്തെങ്കിലും സമ്മാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകാരൊക്കെ? സ്പെഷ്യൽ ഗിഫ്റ്റുകളുണ്ടാവും? തീർച്ചയായും എല്ലാവരും വലിയ ആവേശത്തിലാണ്. എങ്ങനെയാണ് ഇനി അടുത്ത പഠനം മറ്റു കാര്യങ്ങളൊക്കെ? ഇവിടെ തന്നെ കോട്ടൺ ഹിൽ സ്കൂളിൽ തന്നെ തുടരാനാണ് പരിപാടി? മറ്റു ഇനി എങ്ങനെയാണ്? വലിയ ആവേശമായിരിക്കും അല്ലേ? നമ്മൾ ഫുള്ള് ഉന്നത ആവേശം ഫ്ലെക്സ് വരുന്നതിൽ വലിയ എങ്ങനെയുണ്ട്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. തീർച്ചയായും എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഇനിയും റിസൾട്ടുകൾ അറിയാനുണ്ട്. പലയിടത്തു നിന്നും ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂട്ടുകാർ ഒരുമിച്ച് കൂടി നിന്ന് റിസൾട്ട് നോക്കി ഫുൾ എ പ്ലസ് ഉന്നത വിജയം നേടുന്നതിന്റെ ആവേശം ഒറ്റപ്പെട്ട മൂലകളിൽ നിന്ന് അറിയാൻ നമുക്ക് ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. വീട്ടുകാരും കുടുംബക്കാരും അടക്കമുള്ളവർ ഉണ്ട്, അധ്യാപകരുണ്ട്. എല്ലാവരും റിസൾട്ട് അറിയാനുള്ള വലിയ ആവേശത്തിലാണ്. ഇവിടെ ടീച്ചർമാരും കുട്ടികളും ഒക്കെ ഉണ്ട്. എങ്ങനെ റിസൾട്ട് വന്നോ? എങ്ങനെ? വലിയ സന്തോഷമായിട്ടുണ്ടല്ലോ. കരയുന്നുണ്ടല്ലോ. എന്താ കരയുന്ന? റിസൾട്ട് വന്നു സന്തോഷമുണ്ട്. എങ്ങനെ? അമ്മയും കരയുകയാണല്ലോ. ഭയങ്കര സന്തോഷം. ആകെ ടെൻഷനായിരുന്നു. റിസൾട്ട് എന്താവും? സന്തോഷം, ഭയങ്കര സന്തോഷം. ഫുൾ എ പ്ലസ് മേടിച്ച എന്തെങ്കിലും സമ്മാനം വല്ലതും പറഞ്ഞിരുന്നു? അങ്ങനെ ഇതുവരെ ഒന്നും പ്രതീക്ഷയൊന്നും കൊടുത്തിട്ടില്ല. മേടിച്ചു കൊടുക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും കൊടുക്കും. ഇനി എങ്ങനെയാണ് അടുത്ത ഇനി പഠിക്കാൻ പോകുന്നതൊക്കെ? കോട്ടൺ ഹില്ലിൽ തന്നെയാണ് ആയിരിക്കോ? കോട്ടൺ ഹില്ലിൽ തന്നെ പഠിക്കുന്നത്. എന്ത് പഠിക്കാനാണ് ആഗ്രഹം? കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് ആഗ്രഹം. പിന്നെ ആസ്ട്രോനോട്ടിന് പഠിക്കാൻ. അപ്പൊ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്റെ താല്പര്യം. പ്രതീക്ഷിച്ചിരുന്നു ഈ ഫുൾ എ പ്ലസ്? ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ട്യൂഷൻ സാറിനൊക്കെ നല്ല പ്രതീക്ഷയായിരുന്നു മോൾക്ക് കിട്ടുമെന്നുള്ളതേ. അപ്പൊ ഇപ്പൊ കിട്ടി. സന്തോഷം. എല്ലാരും വലിയ സന്തോഷത്തിലാണ്. സന്തോഷത്തിൽ കരയുകയാണ് പലരും. വലിയ പ്രതീക്ഷയോടെ ഇരുന്ന് പൂർണ്ണമായും ഉറക്കമൊഴിച്ചും മറ്റും പരീക്ഷ എഴുതി തയ്യാറായ ആളുകൾക്ക് ഫുൾ എ പ്ലസ് അടക്കമുള്ള ഇത്. മറ്റൊരാൾ ഇവിടെ കരയുന്നുണ്ട്. കരയുന്നത് റിസൾട്ട് വന്നതിന്റെ സന്തോഷത്തിലാണോ? ഫുൾ എ പ്ലസ് ഉണ്ട് എനിക്ക്. ചിരിക്കുമല്ലോ വേണ്ടേ? അത് ഇല്ല കുഞ്ഞിനെ. അങ്ങനെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഓരോ SSLC പരീക്ഷയും എഴുതി വിജയം അറിഞ്ഞ മാർക്ക് അറിഞ്ഞ. ഇല്ല. അപ്പൊ പല കുട്ടികളുടെയും പാരന്റ്സ് അടുത്തുണ്ട്. മാത്രമല്ല എന്റെ അച്ഛൻ മരിച്ച് 2 years ആയി. പക്ഷെ അച്ഛൻ കൊച്ചിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നല്ല മാർക്ക് വാങ്ങണം നീ. പിന്നെ എന്റെ ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടൻ സ്കൂളിൽ ഇത്തിരി നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നീ അതുപോലെയൊക്കെ വാങ്ങണം, എന്നെ പേരിന് ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം റിലേറ്റീവ്സിന്റെ ഇടയിലും ആയാലും എല്ലായിടത്തിനും നല്ല പ്രഷറും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രഷർ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അമ്മ സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ ആ രീതിയിൽ പ്രഷർ അമ്മയുടേതായിട്ടുള്ള രീതിയിലുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഞാൻ ഉയർന്ന കാണാനായിരുന്നു തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ എനിക്ക് ഇപ്പൊ നിലവിൽ അവിടെ അമ്മയിൽ എന്റെ കൂടെ സന്തോഷിക്കാൻ അച്ഛനും ആഗ്രഹിച്ചിട്ടുണ്ട്. അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചല്ലോ, സന്തോഷിക്കല്ലേ വേണ്ടേ? അറിയണ്ട കേട്ടോ. എന്തായാലും അഭിനയം. കുട്ടിയുടെ പേരെങ്ങനെ? എന്റെ പേര് നിവേദ്യ ആർ മോഹൻ. എല്ലാ വിഷയങ്ങൾക്കും A+ ഉണ്ട്? എല്ലാ വിഷയത്തിനും A+ ഉണ്ട്. ഇനി എങ്ങനെയാണ് പഠിക്കാനുള്ള കാര്യം? ഞാൻ അടുത്ത ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കാൻ താല്പര്യം. IAS സ്വപ്നങ്ങളാണോ? അങ്ങനെയല്ല. എനിക്ക് ഹിസ്റ്ററി എന്റെ ഇവിടെ അജയ് കുമാർ സാറുണ്ട്. ആ സാറ് എനിക്ക് നേരത്തെ ഹിസ്റ്ററി അത്ര ഇഷ്ടമല്ലായിരുന്നു. ഹിസ്റ്ററിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം കഴിഞ്ഞ കൊല്ലം എനിക്ക് ഭയങ്കര ഇപ്പോൾ ടീച്ചേഴ്സിന് എല്ലാവർക്കും അറിയായിരുന്നു ഞാൻ നന്നായി പഠിക്കും. പക്ഷെ ഇടയ്ക്കൊക്കെ ഒഴിപ്പുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയും അങ്ങനെ പറഞ്ഞാൽ പറ്റൂലെന്ന്. അപ്പം സാറും ഞാനായിട്ട് ചാലഞ്ച് വെച്ചായിരുന്നു. അങ്ങനെ
ക്രിസ്മസ് എക്സാമിന് ചാലഞ്ച് വെച്ച് എനിക്ക് 80 കഴിഞ്ഞ വർഷം ഡിസംബറിൽ ക്രിസ്മസ് എക്സാമിന് SSന് 80 78 മാർക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമായത്. പിന്നെ ഞാനത് മേജറായിട്ട് തന്നെ എടുക്കാമെന്നങ്ങ് വിചാരിച്ചു. അഭിനന്ദനങ്ങൾ. തീർച്ചയായും വലിയ വിജയം നേടിയിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരി. അമ്മയുടെ അച്ഛൻ്റെയും വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് റിസൾട്ട് അറിയുമ്പോൾ സന്തോഷം പങ്കുവയ്ക്കാൻ കൂടെ ഇല്ല എന്നുള്ള ദുഃഖമാണ് അവളുടെ കണ്ണുകളിലുള്ളത്. എന്തായാലും വലിയ അഭിനന്ദനങ്ങൾ. ഇത്തരത്തിൽ ഏറെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഓരോ കുട്ടികളും എന്ന് പറയുന്നത്. 71,831 പേരാണ് ഫുൾ A+ ഇത്തവണ നേടിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ A+ ഉള്ളത്. ഒപ്പം തന്നെ കോട്ടയത്താണ് വിജയശതമാനം ഏറ്റവും ഉയർന്ന ജില്ല എന്ന് പറയുന്നത്. ഈ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നാളെ മുതൽ സമർപ്പിക്കാവുന്നതാണ്. SAE പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 6 വരെയാണ് നടക്കുക. ഇതുവരെ 110 ഉള്ള A+ ആയി 110. ആഷിക കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് തുടരുന്നുണ്ട്. ആഷിക, എല്ലാ കുട്ടികളുടെ മുഖത്തും സന്തോഷം കാണാം. അവർ പ്രതീക്ഷിച്ച മാർക്ക് അവർക്ക് ലഭിച്ചെന്ന് കരുതുകയാണ്. എന്താണ് അധ്യാപകരൊക്കെ പറയുന്നത്? സ്കൂളിന്റെ വിജയശതമാനം അത് 100 ആണോ? സ്കൂളിന്റെ വിജയ ശതമാനം ഇതേവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂൾ കണക്ക് തിരിച്ചുള്ള റിസൾട്ടുകൾ ഇതേവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും കുട്ടികൾ ഓരോരുത്തരായി വലിയ ആവേശത്തിലാണ്. ഒറ്റതിരിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലുമൊക്കെ റിസൾട്ട് തിരിഞ്ഞ് തങ്ങളുടെ വലിയ വിജയം ആവേശഭരിതമായി ആഘോഷമാക്കുകയാണ് കൊച്ചു കൂട്ടുകാർ. 10ാം ക്ലാസ് റിസൾട്ട് എല്ലാവരെയും സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ടതാണ്.